വിവാഹിതരായ സീരിയലിൻ്റെ പ്രമോ റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ നമ്മളെ ഭൂമിയാണെങ്കിൽ അജയ് ആണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ നിന്നൊക്കെ വലിച്ചൊക്കെ പുറത്തിട്ടിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷമാണെങ്കിൽ നമ്മൾ ആ വക്കീലിൻ്റെ ചോദിക്കുന്നുണ്ട് എന്താ ഭൂമി എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് എനിക്കറിയത്തില്ല. അജയ് സാറിനാണെങ്കിൽ ഭയങ്കര ദേഷ്യം. എന്തിനാ എൻ്റെ അടുത്ത് ഇത്ര ദേഷ്യമെന്ന് എനിക്കറിയത്തില്ല. ഞാനാണെങ്കിൽ നിനക്ക് അമ്മയുടെ കേസിൻ്റെ കാര്യങ്ങളൊക്കെ അത് ഞാനും കൂടെ ഇന്ന് ഹെൽപ്പ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് വന്നതാണെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഭൂമി പറയുന്നു എനിക്ക് എൻ്റെ അമ്മയെ രക്ഷിച്ചേ പറ്റത്തുള്ളൂ. എൻ്റെ അച്ഛനും എനിക്ക് നഷ്ടമായി. ഇനി എനിക്ക് എൻ്റെ അമ്മയെ രക്ഷിച്ചേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഭൂമി ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മളെ വക്കീൽ പറയുന്നുണ്ട് ആ ഭൂമി ഇതിന് ദൈവം എന്തെങ്കിലും ഒരു മാർഗ്ഗം കാണിച്ചു തരുമോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് ഇന്നിപ്പോൾ നമ്മളിവിടെ സുപ്രീം കോടതിയിലെ ഒരു വക്കീലാണെങ്കിൽ ഹൈക്കോടതിയിൽ ഒരു കേസുണ്ട്. അതിൻ്റെ ഒരു ജഡ്ജ്മെൻറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് പോയി ഒന്ന് കണ്ടു നോക്കിയാലോ എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മളെ ഭൂമി പറയുന്നുണ്ടാകും നമുക്ക് പോയി എന്തായാലും ഒന്ന് കാണാമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ നമ്മളെ വക്കീലാണെങ്കിൽ അജയെ കാണാൻ വേണ്ടി അങ്ങ് അകത്തോട്ട് കയറി പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ കാണിക്കുന്നതാണ് നമ്മളെ സൗഭാഗ്യപുരത്താണെങ്കിൽ നമ്മളെ മുത്തശ്ശിയാണെങ്കിൽ നമ്മളെ ഭവാനിയും അഞ്ജനയും പോയതിൻ്റെ സങ്കടത്തിലൊക്കെ കിടപ്പുണ്ട് കേട്ടോ. ആ സമയത്താണ് നമ്മൾ അജയ് അങ്ങോട്ട് വരുന്നുണ്ട്. വരുന്ന സമയത്ത് പറയുന്നത് ആ ഓഫീസറെ എൻ്റെ ആണെങ്കിലും മരുമോളും കൊച്ചുമോളും വീട് വിട്ട് പോയി എന്തെങ്കിലും കണ്ടുപിടിക്കാനെങ്കിലും എന്തെങ്കിലും മാർഗ്ഗം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മൾ അജയ് പറയുന്നുണ്ട് ആ കണ്ടുപിടിക്കാനും നോക്കുന്നുണ്ട് മുത്തശ്ശി എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ മരിക്കുന്നതിന് മുമ്പെങ്കിലും അവരെ ഒന്ന് കണ്ടുപിടിച്ച് കൊണ്ട് തരുമോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മുടെ സംഗീത പറയുന്നത് അമ്മയെന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കാണെങ്കിലും നമ്മൾ മുത്തശ്ശി പറഞ്ഞാൽ നിനക്ക് കൊണ്ടല്ലേ നിനക്ക് കൊള്ളും. പിന്നെ നമ്മൾ അജയ് ആണെങ്കിൽ പുറത്തോട്ട് പോകുന്നുണ്ട്. പോകുന്ന സമയത്ത് നമ്മൾ അനുപമ ആണെങ്കിൽ പുറകെ പോകുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് അല്ല നീയാണെങ്കിൽ അമ്മായിയും അഞ്ജനെയും കണ്ടുപിടിക്കാൻ എന്തൊക്കെ ചെയ്തെന്നാണ് പറയുന്നത്. ഞാനൊക്കെ അത് ശ്രമിക്കുന്നുണ്ടെന്നൊക്കെ നമ്മൾ അജയ് പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ അനുപമ പറയുന്നുണ്ട് മുത്തശ്ശി ഇപ്പം നമ്മൾ ഒരുപാട് വഴക്കൊക്കെ പറയുന്നുണ്ടല്ലേ. അപ്പോഴത്തേക്കും നമ്മൾ അജയ് പറഞ്ഞു അല്ല നമ്മൾ ഒരുപാട് മുത്തശ്ശി സ്നേഹിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം മുത്തശ്ശിക്കാണെങ്കിൽ നമ്മളെ ശകാരിക്കാനും ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അജയ് ആണെങ്കിൽ പറയുന്നുണ്ട് കേട്ടോ. നമ്മൾ അനുപമ എടുത്ത് നമ്മൾ അജയ് പറഞ്ഞിട്ട് ഞാൻ ചെയ്ത ഒരു തെറ്റാണല്ലോ എന്നൊക്കെ പറയുമ്പോൾ അനുപമ പറയുന്നുണ്ട് നീ എന്ത് തെറ്റ് ചെയ്ത് അല്ല ഞാനാണെങ്കിൽ അഞ്ജനയെ അടിച്ചില്ലേ അതുകൊണ്ടല്ലേ അമ്മായിയും അഞ്ജനയും വീട് വിട്ട് ഇറങ്ങിപ്പോയി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ അജയ് പറഞ്ഞു എനിക്കാണെങ്കിൽ എന്താ ചെയ്യണമെന്നൊന്നും അറിയത്തില്ല. കഴിഞ്ഞ ദിവസമാണ് ഞാൻ ഭൂമിയും പിടിച്ച് ഇതിനൊക്കെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വലിച്ച് പുറത്തിറങ്ങുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ അനുപമ ചോദിക്കേണ്ട അല്ല ഇത് ആരാ ഭൂമി അതവിടെ ഞാൻ പറഞ്ഞിട്ടില്ലേ ഒരു കോഫി ഷോപ്പ് നടത്തുന്നതാ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ആളെങ്ങനെ കാണാനൊക്കെ കൊള്ളാവോ സുന്ദരിയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മനസ്സ് നല്ല സുന്ദരിയാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും എന്നെ പോലെ എന്നൊക്കെ പറയുമ്പോൾ അപ്പോഴത്തേക്കും നമ്മൾ അജയ് ഇങ്ങനെ ചിരിച്ചിട്ട് പറയുന്നുണ്ട് ഒരാൾ ഓന്തും ഒരാൾ മുയലുമാണെന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ അനുപമ ചോദിക്കേണ്ട ആരാ ഓന്ത് ആരാ മുയലെന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മൾ അജയ്. നമ്മൾ അനുപമ പറയുമ്പോൾ അതിനിപ്പോൾ എന്തെങ്കിലുമൊക്കെ ആവട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അനുപമ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കാൻ നമ്മളെ ഭവാനി അഞ്ജന കേട്ടോ. അപ്പോൾ ഭവാനിയാണെങ്കിൽ അഞ്ജന അടുത്ത് പറയുന്നുണ്ട് നീ ആ മുറ്റമൊക്കെ ഒന്ന് അടിച്ചാൽ ഞാനാണെങ്കിൽ തുണിയൊക്കെ കഴിയട്ടെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ അഞ്ജന പറയുന്നുണ്ട് അമ്മ എനിക്കാണെങ്കിൽ അങ്ങനെ ജോലിയൊന്നും ഇഷ്ടമല്ല എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കാണെങ്കിൽ തൂത്ത് വരാനൊന്നും അറിയത്തില്ല എന്ന് പറയും. അപ്പം നമ്മൾ ഭവാനി പറയുന്നുണ്ട് എന്നാൽ പിന്നെ നമ്മളൊരു കാര്യം ചെയ്യും മോക്കാണെങ്കിൽ ഇവിടെ ഒരു പിന്നെ കളക്ടർ ഓഫീസിൽ ആണെങ്കിൽ ഒരു സീറ്റ് ഒഴിവുണ്ട് മോക്ക് അങ്ങോട്ട് പോയാലോ ജോലിക്ക് പറ എന്താ ജോലി കളക്ടറിൻ്റെ സീറ്റ് അവിടെ ഒഴിഞ്ഞ് കിടപ്പുണ്ട് അപ്പം നമുക്ക് അങ്ങോട്ടൊന്ന് പോയാലോ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മൾ ഭവാനിയാണെങ്കിൽ അഞ്ജന ഒരുപാട് വഴക്കൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഇനിയിപ്പോൾ ഇവിടെ അടുത്ത് അണ്ടി ഓഫീസ് ഉണ്ട് അപ്പോൾ അവിടെയെങ്കിലും നിനക്ക് ജോലിക്ക് നോക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് നീ ജോലിക്കൊക്കെ പോയിട്ട് വൈകിട്ട് ശമ്പളമൊക്കെ കൊണ്ടുപോകാമെന്നൊക്കെ നമ്മൾ അഞ്ജന അടുത്ത് പറയുന്നുണ്ട്. അപ്പം നമ്മൾ അഞ്ജനയാണെങ്കിൽ ഭവാനിയുടെ വന്നിട്ട് പെട്ട അവസ്ഥയിലിരിക്കുക കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മൾ അഞ്ജനാണെങ്കിൽ ഇങ്ങനെ തൂത്തൊക്കെ അവിടെ വാരി ഇങ്ങനെ കൂട്ടിയിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഫോണിൽ നോക്കി ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ ഭവാനി ചോദിക്കുന്നുണ്ട് നീ ഇത് ഇനി എന്താ ചെയ്യാൻ പോകുന്നത് നിനക്ക് തിന്നാൻ വേണ്ടിയാണ് നീ ഇത് കൂട്ടി വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് അമ്മ എന്താ ഈ പറയുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഭവാനി അവിടെ എന്നാൽ പിന്നെ ജോലിക്കാരനെ വിളിച്ചാലോ പറ അമ്മേ നമുക്ക് നമ്പർ എടുത്ത് ജോലിക്കാരനെ വിളിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ അഞ്ജന ചോദിക്കേണ്ട ഏതാ നമ്പർ എന്ന് ചോദിക്കുന്നത്. അപ്പോഴത്തേക്ക് പറഞ്ഞ് വിളിച്ചാൽ കിട്ടുമെന്ന് അറിയത്തില്ല എന്ന് ചോദിക്കും. അതാരാ അമ്മേ നിൻ്റെ അച്ഛനെന്ന് പറഞ്ഞു മര്യാദയ്ക്ക് ഇപ്പോൾ തുണി അഴിയിടടി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അഞ്ജനയെ പറഞ്ഞിടുന്നുണ്ട്. അപ്പോൾ നമ്മൾ അഞ്ജനയാണെങ്കിൽ അവിടെ എന്താ ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ തുണിയും കഴുകാൻ അറിയാൻ വയ്യ മുറ്റവും തൂക്കാൻ അറിയാൻ വയ്യാത്തൊരു അഞ്ജനയായിട്ടാണ് നമ്മൾ ഭവാനിയുടെ പോക്ക്. അങ്ങനെ പിന്നെ നമ്മൾ അഞ്ജന എങ്ങനെയൊക്കെ തുണിയൊക്കെ കഴുകുന്നുണ്ട്. നമ്മൾ ഭവാനിയാണെങ്കിലും പിന്നെ തൂത്തൊക്കെ വാരിയൊക്കെ ഇടുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം പിന്നെ കാണിക്കുന്നുണ്ട് പിന്നെ നമ്മളെ ഭവാനി ഒരാളവിടെ വരുന്നുണ്ട്. വന്നിട്ട് നമ്മൾ ഭവാനിയുടെ കയ്യിൽ എന്തൊക്കെ കൊടുത്തിട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ ഭവാനിയാണെങ്കിൽ ഭയങ്കരമായിട്ട് സന്തോഷിച്ചൊക്കെ നിൽക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മളെ ഭൂമിയാണെങ്കിലും നമ്മളെ വക്കീലും കൂടെ ആണെങ്കിൽ ആ ഒരു ഹൈക്കോടതിയിലെ വക്കീലിനെ കാണാൻ വേണ്ടി പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഭൂമിയാണെങ്കിലും വക്കീലും കൂടെ അവിടെ ചെല്ലുന്നുണ്ട് കേട്ടോ. ചെന്നിട്ടാണെങ്കിൽ അവിടെ നമ്മളെ ഭൂമി അടുത്തൊക്കെ ഇരിക്കാൻ പറഞ്ഞിട്ട് അവർ ഇരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു സമയത്ത് നമ്മളെ വക്കീലാണെങ്കിൽ പറയുന്നുണ്ട് സാർ ഇത് ഭൂമി കൊല്ലപ്പെട്ട അച്യുതൻ്റെ മകളാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ വക്കീൽ പറഞ്ഞിട്ട് ഞാനാണ് കേസ് ഫയലും കാര്യങ്ങളെല്ലാം ഇവിടെ എത്തിച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ വക്കീൽ പറയുന്നത് ഞാൻ കേസ് ഫയലിനെ കുറിച്ചൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട് പക്ഷേ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയ കേസാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ പറയുന്നുണ്ട് എന്തായാലും ഈ നൂലാമാലകളൊക്കെ ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മളെ ഭൂമിക്കാണെങ്കിൽ ചെറിയൊരു സമാധാനമൊക്കെ വരുന്നുണ്ട്. പക്ഷേ പിന്നെ പറയുന്നുണ്ട് പക്ഷേ ഇതിനകത്തുള്ള തെളിവും കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞാൽ അംബികയുടെ പേർക്ക് എതിരാണെന്നൊക്കെ പറയുന്നു. കാര്യം ഇരിക്കുന്ന വെപ്പൻ കിട്ടിയിരിക്കുന്നത് നിങ്ങളെ വീട്ടിൽ നിന്നാണ്. പിന്നെ അതിനകത്ത് ഫിംഗർ പ്രിൻറ്റ് അംബികയുടെയാണെന്ന് പറയുന്നുണ്ട്.
പറയുന്നുണ്ട്. ദാറ്റ്സ് മീൻ യുവർ മദർ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മളെ ഭൂമിയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാൻ ആകെ ടെൻഷനൊക്കെ അടിച്ചിരിക്കുന്നു. അങ്ങനെ നമ്മളെ ഭൂമിയാണെങ്കിൽ വക്കീലിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എന്തായാലും ഞാനിനി ഈ കേസിൽ നിന്ന് പിന്നോട്ടില്ല, ഞാൻ ഏതെങ്കിലും വഴി ഞാൻ എൻ്റെ വഴിയിൽ ഞാൻ ഈ കേസ് അന്വേഷിക്കുമെന്നൊക്കെ നമ്മളെ ഭൂമി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോസൊക്കെ ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.